ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് SIP ആണോ നല്ലത് അതോ മ്യൂച്വൽ ഫണ്ട് ആണോ നല്ലത് എന്ന്. എന്നാൽ അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. എന്താണ് SIP? വാട്ട് ഈസ് SIP? അഥവാ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത തീയതിയിൽ ഒരു നിശ്ചിത സംഖ്യ ഓട്ടോ ഡെബിറ്റ് വഴി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്, അഥവാ സിസ്റ്റമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നത് 90% അഥവാ 100-ൽ 90% ആളുകൾക്കും നഷ്ടമാണ് വരുന്നത്. 10% ആളുകൾക്ക് മാത്രമാണ് പ്രോപ്പറായ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ഫണ്ട് മാനേജറാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും അതിനെ ഗ്രോ ചെയ്യിക്കുന്നതും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിവ് വേണമെന്നില്ല. മ്യൂച്വൽ ഫണ്ടിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരാൾക്ക് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടാണ്.